പ്രിയമുള്ളവരെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നമുക്ക് മുന്നിൽ എത്തി നിൽക്കുകയാണ്. ത്രിതല പഞ്ചായത്തുകളിലേക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്കും ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്ത് അയക്കുക എന്നത് പൗരന്മാരായ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ജനാധിപത്യത്തിൽ പൗരന്മാർക്ക് വലിയ പരിഗണനയാണ് ലഭിക്കുന്നത്. പക്ഷേ നമുക്കത് പലപ്പോഴും അനുഭവിക്കാൻ കഴിയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലയളവിലാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടങ്ങളുമൊക്കെ നമുക്ക് മുന്നിൽ വലിയ വലിയ ഓഫറുകളുമായാണ് എത്തപ്പെടുന്നത്. അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, തെരഞ്ഞെടുപ്പിൽ നമ്മൾ പൊതുജനങ്ങളാണ് വിധി എഴുതുന്നത്. നമ്മളുടെ വിധിയെഴുത്തിന് അനുസരിച്ചായിരിക്കും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെയും ഭരണകൂടങ്ങളുടെയും ഒക്കെ നിലനിൽപ്പ്. ആ വിധിയെഴുത്ത് നാം ശരിയായി എഴുതിയില്ലെങ്കിൽ വലിയ ഭവിഷ്യത്തുകൾ നമുക്കുണ്ടാവും. അടുത്ത 5 വർഷം നമ്മുടെ അവസ്ഥ വളരെ ദുരിതമായിരിക്കും. നമ്മളുടെ വിധിയെഴുത്ത് നമ്മുടെ തലയിലെഴുത്തായി മാറപ്പെടും. അത് ശരിയാണെങ്കിൽ നമുക്ക് ഗുണവും, തെറ്റാണെങ്കിൽ ദോഷവും ആയി മാറപ്പെടും. അതുകൊണ്ട് തന്നെ നാം നല്ല കഴിവുള്ളവരെ തിരഞ്ഞെടുത്ത് അയക്കാൻ ശ്രദ്ധിക്കണം. ആ കഴിവുള്ളവരുണ്ടെങ്കിലേ നമ്മുടെ നാട് വികസിക്കുകയുള്ളൂ. നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ജനങ്ങളെ കേൾക്കാനെങ്കിലും മനസ്സുള്ളവരായിരിക്കണം ജനപ്രതിനിധികളായി എത്തപ്പെടുന്നത്. അവിടെ എത്തി നാടിന്റെ ആവശ്യങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിലും മറ്റും പറയാനും അതിനനുസരിച്ച് അതിന്റെ കാര്യങ്ങൾ നേടിയെടുക്കാനും കഴിവുള്ളവരായിരിക്കണം ജനപ്രതിനിധി. നമുക്കിടയിൽ അനേകം പേർ മത്സരരംഗത്തുണ്ടാവും. അതിൽ ഒരു വിഷയം എവിടെയെങ്കിലും പോയി ഉത്തരവാദിത്തപ്പെട്ട ഇടങ്ങളിൽ അവതരിപ്പിക്കാൻ കഴിവ് ഉള്ളവരാണ് എന്ന് നമുക്ക് തോന്നുന്ന ആരെയാണോ അവരെ നാം തിരഞ്ഞെടുക്കണം. അവരുടെ രാഷ്ട്രീയമോ അവരുടെ മതമോ ജാതിയോ മറ്റും അതിന് ഒരു മാനദണ്ഡമായി മാറപ്പെടാൻ പാടില്ല. നമ്മളുടെ ശരിയായ രീതിയിൽ നമ്മൾ ജനപ്രതിനിധിയെ തിരഞ്ഞെടുത്താൽ നമ്മുടെ നാട് നന്നാവും. നമ്മുടെ 5 വർഷത്തെ നമ്മളുടെ അവസ്ഥ നന്നാവും. നമുക്ക് നല്ല റോഡുകളും വെളിച്ചവും വെള്ളവും എല്ലാം ഭംഗിയായി ലഭ്യമാകും. വിവിധ വേലത്തരങ്ങളുമായിട്ടാണ് പലരും സമീപിക്കാറുണ്ട്. പണം നൽകി വോട്ട് വാങ്ങുന്നവർ പിന്നീട് നിങ്ങൾക്ക് അവരെ സമീപിക്കാൻ കഴിയില്ല. നിങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും ഒരാവശ്യമായി നിങ്ങൾ അവരുടെ അടുത്തേക്ക് ചെന്നാൽ അവർ പറയും, നിങ്ങൾക്ക് പണം തന്നിട്ടാണ് ഞാൻ വോട്ട് വാങ്ങിയത്, കൂടുതലൊന്നും പറയണ്ട, വിട്ടോളാൻ പറയും. അത്തരം സാഹചര്യങ്ങളൊക്കെ നാം ഒഴിവാക്കപ്പെടാൻ നാം വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് പണം നൽകിയുള്ള വോട്ടൊന്നും നമുക്കുണ്ട്. അതെല്ലാം ജാതി പറഞ്ഞു വരുന്നവരെ, മതം പറഞ്ഞു വരുന്നവരെ, അങ്ങനെ പലവിധ മോഹവാഗ്ദാനങ്ങൾ, നടക്കാത്ത മോഹവാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞു വരുന്നുണ്ടെങ്കിൽ നമ്മളവരെ ഒഴിവാക്കണം. അതായത് മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തുകളിലും ഒക്കെ ഫണ്ടുകൾ വളരെ പരിമിതമാണ്. അതിന് വികസനങ്ങൾക്ക്, വലിയ വലിയ വികസനങ്ങളൊക്കെ നടക്കണമെങ്കിൽ MLA-മാരെ MP-മാരെയൊക്കെ സമീപിക്കണം. അപ്പൊ MLA-മാരെ MP-മാരെയൊക്കെ സമീപിക്കണമെങ്കിൽ അതിന് ശരി കഴിവും പ്രാപ്തിയും ഒക്കെ ഉള്ള തന്റെയൊക്കെ ഉള്ളവർ വേണം. അപ്പം ഉണ്ടെങ്കിൽ അവിടെ പോയി കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ച് ഫണ്ടുകളും മറ്റും നേടിക്കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെയും അത്ര മികവുള്ളവരെ, നല്ല നല്ല ആളുകളെ തെരഞ്ഞെടുത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അയക്കാൻ നാം ശ്രദ്ധിക്കണം. നമ്മൾ നല്ല നല്ല ആളുകളെയാണ് സെലക്ട് ചെയ്യുന്നത് എന്ന് കണ്ടാൽ രാഷ്ട്രീയ പാർട്ടികളും മാറാൻ തീരുമാനിക്കും. അത് അങ്ങനെ വന്നാൽ വരും കാലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ നല്ല നല്ല വ്യക്തിത്വങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനും അതുവഴി നല്ല നല്ല ആളുകളെ മത്സരിപ്പിക്കാനും നല്ല രീതിയിലേക്ക് അവർ മാറാനും അതൊരു ഇടയാകും. അതുകൊണ്ട് നമ്മൾ ആ വക കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. നല്ല വ്യക്തിത്വങ്ങളെ, നല്ല കഴിവുള്ളവരെ ഒക്കെ ജയിപ്പിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം.